ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റിൽ ഉച്ചസമയത്ത് ജോലിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. മാൻപവർ പബ്ലിക് അതോറിറ്റി തൊഴിലാളികൾക്കാണ് നിയന്ത്രണം. ജൂൺ 1 മുതൽ 3 മാസത്തേക്കാണ് കുവൈറ്റിൽ ഉച്ചസമയത്ത് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നത് നിരോധിക്കുന്നത്. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെയാണ് ഔട്ട്ഡോർ ജോലികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ചൂട് കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനം. ഇതിനായി പ്രത്യേക സംഘത്തെയും നിയമിക്കും. ഖത്തറിൽ ഔദ്യോഗിക പൊതു അവധികൾ സംബന്ധിച്ച മന്ത്രിതല തീരുമാനം ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അംഗീകരിച്ചു. പുതിയതായി പുറത്തിറക്കിയ ഗസറ്റ് പ്രകാരം ചെറിയ പെരുന്നാൾ അവധി റമളാൻ 28 മുതൽ ഷവ്വാൽ 4 വരെയായിരിക്കും. വലിയ പെരുന്നാൾ അവധി ദുൽഹിജ 9 മുതൽ 13 വരെയായിരിക്കും. ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ എന്നീ അവധികൾക്ക് ശേഷം ഖത്തർ ദേശീയ ദിനത്തിലാണ് അവധി. 2 പൊതു അവധി ദിവസങ്ങൾക്കിടയിൽ ഒരു പ്രവൃത്തി ദിവസം വന്നാൽ ഇനി മുതൽ ആ ദിവസവും അവധിയായിരിക്കും. ഔദ്യോഗിക പൊതു അവധി ദിവസങ്ങൾക്കിടയിൽ വാരാന്ത്യം കടന്നുവന്നാൽ വാരാന്ത്യ ദിവസവും പൊതു അവധിയായി കണക്കാക്കുമെന്നും ഗസറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സ്വത്ത് വെളിപ്പെടുത്തുന്നതിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ മുന്നറിയിപ്പുമായി കുവൈറ്റ് അഴിമതി വിരുദ്ധ അതോറിറ്റി. സുതാര്യത പ്രോത്സാഹിപ്പിക്കുന്നതിനും പൊതുസ്ഥാപനങ്ങളുടെയും അവയുടെ ഉടമകളുടെയും മേൽനോട്ടം ഉറപ്പാക്കുന്നതിനും പൊതുഫണ്ട് സംരക്ഷിക്കുന്നതിനുമുള്ള പ്രതിരോധ നടപടിയാണ് സ്വത്ത് വെളിപ്പെടുത്തൽ സംവിധാനമെന്ന് നസഹ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഈജിപ്തിലെ വ്യോമസേനാ വിമാനം തകർന്നു വീണ സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഒമാൻ. ഈജിപ്തിലെ ജനങ്ങളോടും ഗവൺമെന്റിനോടും ഇരകളുടെ കുടുംബങ്ങളോടും ആത്മാർത്ഥമായ അനുശോചനം അറിയിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. പരിശീലനത്തിനിടെ ഈജിപ്ഷ്യൻ വിമാനം തകർന്ന് ജീവനക്കാർ മരണപ്പെട്ടിരുന്നു. അൽ ഖ്വൈറിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഒമാനിലെ ഏറ്റവും വലിയ കൊടിമരം ഇന്ന് നാടിന് സമർപ്പിക്കും. മസ്കറ്റ് ഗവർണർ സെയ്ദ് സൗദ് ബിൻ ഹിലാൽ അൽ ബുസൈദിയുടെ നേതൃത്വത്തിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ. നഗരസഭാ ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദി മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കും. അൽ ഖ്വൈർ സ്ക്വയർ എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി മസ്കറ്റ് നഗരസഭയുടെ കീഴിൽ ജിൻഡൽ ഷദീദ് അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുമായി സഹകരിച്ചാണ് നടപ്പിലാക്കുന്നത്. മിനിസ്ട്രി സ്ട്രീറ്റിൽ 18,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ വിവിധ വിനോദ സൗകര്യങ്ങൾ, കായിക സംവിധാനങ്ങൾ, കുടുംബങ്ങളെയും കുട്ടികളെയും ആകർഷിക്കുന്ന നിരവധി സോണുകൾ തുടങ്ങിയ ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പദ്ധതി ഒരുക്കുന്നത്. പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങൾ, വാക്കിംഗ് സൈക്ലിംഗ് പാതകൾ, ഔട്ട്ഡോർ ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷൻ, സ്കേറ്റ് പാർക്ക് തുടങ്ങിയവയും പദ്ധതിയിൽ ഉൾക്കൊള്ളുന്നു. ശുചിമുറികൾ, ഒരേ സമയം 100-ൽ പരം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം തുടങ്ങിയവയും പദ്ധതിയുടെ ഭാഗമാണ്. അതോടൊപ്പം ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത ഘടനയായി കൊടിമരം മാറും. 135 ടൺ സ്റ്റീലിലാണ് കൊടിമരം നിർമ്മിക്കുന്നത്. കൊടിമരത്തിൽ സ്ഥാപിക്കുന്ന ഒമാനി പതാകയ്ക്ക് 18 മീറ്റർ നീളവും 31.5 മീറ്റർ വീതിയുമുണ്ടാകും. വിമാനങ്ങൾക്കുള്ള മുന്നറിയിപ്പ് ലൈറ്റ് സംവിധാനവും ഇതിലുണ്ട്. ഒമാൻ വിഷൻ 2040 ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായുള്ള പൊതു സ്വകാര്യ സഹകരണമാണ് ഈ പദ്ധതി അടയാളപ്പെടുത്തുന്നത്. ഒമാനിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഓൺലൈൻ സേവന സ്ഥാപനങ്ങളും ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെയും അതിലെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളെയും കർശനമായി പാലിക്കണമെന്ന് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ഓർമ്മിപ്പിച്ചു. രാജ്യത്തുടനീളമുള്ള ഉപഭോക്താക്കൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ ഡിജിറ്റൽ വിപണി ഉറപ്പാക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഒമാനിൽ ഏറെ പ്രചാരം നേടുകയും വളർച്ച കൈവരിക്കുകയും ചെയ്യുന്ന ഇ കൊമേഴ്സ് മേഖലയിൽ ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് നിയമപരമായ ആവശ്യകതകൾ അനിവാര്യമാണെന്ന് CPA പ്രസ്താവനയിൽ വ്യക്തമാക്കി. കൂടുതൽ വ്യവസായങ്ങൾ ഓൺലൈനിലേക്ക് മാറുകയും ഉപയോക്താക്കൾ പർച്ചേസിംഗിനായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ കൂടുതലായി ആശ്രയിക്കുകയും ചെയ്യുന്നതിനാൽ വിപണിയിൽ വിശ്വാസ്യതയും ഉത്തരവാദിത്തവും വളർത്തിയെടുക്കുന്നതിന് നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്നും അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ഒമാനിലുടനീളം 3557 അനധികൃത വൈദ്യുതി കണക്ഷനുകൾ കണ്ടെത്തിയതായി വൈദ്യുതി വിതരണ കമ്പനിയായ നമ അറിയിച്ചു. ഇതിലൂടെ 2 ദശലക്ഷം റിയാലിലധികം വരുമാനവും 228 ജിഗാവാട്ട് വൈദ്യുതിയും തിരിച്ചുപിടിക്കാൻ സാധിച്ചതായി 2024 വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു.
ധോഫാർ ഒഴികെയുള്ള ഒമാനിലെ എല്ലാ ഗവർണറേറ്റുകളിലുമുള്ള വൈദ്യുതി വിതരണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ദേശീയ യൂട്ടിലിറ്റി കമ്പനിയാണ് നമ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. കൃത്രിമത്വം, അനധികൃത ആക്സസ്, തെറ്റായ ഇൻസ്റ്റാളേഷനുകൾ എന്നിവ കണ്ടെത്തുന്നതിനായി വൈദ്യുതി കണക്ഷനുകളുടെയും മീറ്ററുകളുടെയും പരിശോധനകൾ കമ്പനി നടത്തുന്നുണ്ട്. കൃത്യത കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും വരുമാന നഷ്ടം കുറയ്ക്കുന്നതിനുമായി നമ മീറ്റർ റീഡിംഗ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. മാനുവൽ റീഡിംഗുകൾക്കായി ഒരു സമർപ്പിത ടീമിനെ അവതരിപ്പിക്കുകയും ഓട്ടോമേറ്റഡ് മീറ്റർ റീഡിംഗ് സാങ്കേതികവിദ്യയുടെ ഉപയോഗം വിപുലീകരിക്കുകയും ചെയ്തു. ഈ നടപടികളുടെ ഫലമായി കമ്പനിയുടെ നഷ്ടങ്ങളിൽ ശ്രദ്ധേയമായ കുറവ് വരികയും ചെയ്തു. മുൻ വർഷത്തെ നഷ്ടമായ 8.23% നിന്നും 2024 ഇത് 7.95% കുറച്ചു. മുസന്തം ഗവർണറേറ്റിലെ പുതിയ ഖസബ് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഇതിനോടകം 85% പൂർത്തിയായി. ഈ വർഷം അവസാനത്തോടെ ഇത് തുറന്നു കൊടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. 1,00,000 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലുള്ള പദ്ധതിയിൽ 36,000 ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 48 ദശലക്ഷം റിയാലിലധികം ചെലവിലാണ് ആശുപത്രി ഒരുക്കുന്നത്. ഗവർണറേറ്റിലെ ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാകുന്ന 164 കിടക്കകൾ ഉൾക്കൊള്ളാൻ ആശുപത്രിയിൽ സൗകര്യമുണ്ട്. ഗവർണറേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ വികസന പദ്ധതികളിലൊന്നാണ് പുതിയ ആശുപത്രിയെന്ന് ആരോഗ്യ മന്ത്രാലയത്തിലെ പ്രൊജക്ട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് സർവീസസ് ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ യൂസഫ് ബിൻ യാക്കൂബ് അംബു അലി പറഞ്ഞു. UAE താമസ സ്ഥലങ്ങളിലെ അനധികൃത തിരക്ക് തടയുന്നതിനായി കർശന നടപടികളുമായി രംഗത്ത്. നിയമാനുസൃതമായി അംഗീകൃതമായതിലധികം ആളുകൾ താമസിക്കുന്നതായി കണ്ടെത്തിയാൽ 10 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തുമെന്ന് അധികൃതർ അറിയിച്ചു. കൂടാതെ അനധികൃത തിരക്കുള്ള വീടുകൾ കണ്ടെത്താൻ പ്രത്യേക സംഘം രൂപീകരിച്ച് ഇത്തരം വീട്ടുടമമാരുടെയും വാടകയ്ക്ക് താമസിക്കുന്നവരുടെയും പേരിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യും. കൂടാതെ സുരക്ഷാപരമായതും ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമായ താമസ സംവിധാനം ഉറപ്പാക്കുക എന്നതാണ് ഈ നടപടി കൊണ്ട് ലക്ഷ്യമിടുന്നത്. അതേസമയം അബുദാബിയിലെ മുനിസിപ്പാലിറ്റികളുടെയും ഗതാഗത വകുപ്പുകളുടെയും നേതൃത്വത്തിൽ നിങ്ങളുടെ വീട് നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന പേരിൽ റെസിഡൻഷ്യൽ ഓവർക്രൗഡ് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ക്യാമ്പയിനും തുടരുകയാണ്. എമിറേറ്റിലുടനീളമുള്ള ജീവിത നിലവാരം ഉയർത്തുന്ന സുരക്ഷിതമായ ജീവിത അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിനും തിരക്ക് പരിമിതപ്പെടുത്തുന്നതിനും പ്രോപ്പർട്ടികളും റെസിഡൻഷ്യൽ യൂണിറ്റുകളും നിയന്ത്രിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അടിവരയിടുക എന്നതാണ് ഈ സംരംഭം കൊണ്ട് ലക്ഷ്യമിടുന്നത്. നിലവിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ കൂടുതലായി താമസിക്കുന്ന പ്രദേശങ്ങളിലാണ് പരിശോധന നടത്തിവരുന്നത്. കൂടാതെ ടർഫുകൾ, മസ്താർ, മുസഫ തുടങ്ങിയ തൊഴിലാളികളുടെ താമസ കേന്ദ്രങ്ങളായ മേഖലകളിലാണ് കർശന പരിശോധന നടത്തുന്നത്. മുന്നറിയിപ്പ് നൽകാതെയാണ് ഈ സ്ഥലങ്ങളിൽ പരിശോധനയ്ക്കായി അധികൃതർ എത്തുന്നത്. അതുകൊണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങളും ജനസാന്ദ്രതാ നിയന്ത്രണങ്ങളും പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ മുനിസിപ്പാലിറ്റി ഉറച്ച നിലപാടാണ് സ്വീകരിക്കുന്നത്.